ഹായ്, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ ട്രബിൾ കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക്കിൽ ഇത്രയും ഗ്രേറ്റ് ഓഡിയൻസിന് മുമ്പിൽ വെച്ചിട്ട് ഒരു സ്പീച്ച് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പേർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും എൻ്റെ ഫീലിംഗ് എങ്ങനെയായിരിക്കുന്നു. കാരണം അവിടുന്ന് ഞാൻ എഴുന്നേറ്റ് വരുമ്പം എൻ്റെ ഈ നെഞ്ചിലൊരു ഇടി ഉണ്ടായിരുന്നു. ആ ഇടി നമ്മുടെ താടിയിലും ചെവിയിലും എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യാപ്തി കുറച്ച് വലുതാണ് അല്ലേ? ഈസ് പാഷൻ ഇനഫ് ടു ബിൽഡ് എ കരിയർ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതിൽ? ഉറപ്പല്ലേ? ഞാൻ ഈ പറഞ്ഞു പോകുന്നതിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ എത്ര കരിയർ അല്ലെങ്കിൽ എത്ര ജോബ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോണേ. അതിൻ്റെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു തരും ഈ ജോബൊക്കെ ചേഞ്ച് ചെയ്തപ്പം എനിക്ക് വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ വരുന്നത് കണ്ണൂർ എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്നാണ്. ആ നാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ നാടിൻ്റെ, അതായത് ചെറിയ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ തിരുവിതാംകൂറിൽ നിന്ന് പഴയ അച്ചായന്മാരൊക്കെ കുടിയേറിപ്പോയ ഒരു കർണാടക ഫോറസ്റ്റിൻ്റെയൊക്കെ അടുത്തോട്ടുള്ള ചെറിയ നാടാണ്. ആ നാടിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞ് ആ നാടിനെക്കുറിച്ച് ആരോട് പറഞ്ഞാലും അവിടെയുള്ളവർക്ക് അറിയത്തില്ല. അപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് ഞാൻ എൻ്റെ നാട് മിഡിലാക്കായ എന്ന് പറയുന്ന ആ നാട് ഇനി നമ്മുടെ മാപ്പിലില്ലാത്തതാണോ എന്നറിയാൻ വേണ്ടി ഒരു തവണ ഒന്ന് സൂം ചെയ്ത് നോക്കി. അപ്പം ഭാഗ്യത്തിന് അത് അവിടെ ഉണ്ട്. പക്ഷേ ഇന്നിരിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കി അത് അവിടെ ഉണ്ടോ. കാരണം ഇന്നും ഞാൻ കണ്ണൂരിൽ നിന്നുള്ളവരാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാടിനെ പലർക്കും അറിയില്ല. ഓക്കെ. അപ്പം ഞാൻ ജനിച്ചത് 1988 ഞാൻ ജനിക്കുമ്പം ഇതിൽ കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും എങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതുമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ജനിച്ചത് ഒരു സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു. അപ്പം നിങ്ങൾക്കറിയാം, ആ കാലഘട്ടത്തിൽ കർഷക കുടുംബം എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറമ്പിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടും ഒക്കെ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു കുടുംബത്തിനാണ് ഞാൻ ജനിച്ചത്. പക്ഷേ എൻ്റെ അനിയന് വന്ന ഒരു കിഡ്നി ഫെയിലിയർ മൂലം ഞങ്ങളൊരു വലിയ ബാധ്യതയിലേക്ക്, എൻ്റെ അമ്മയച്ഛനും ഒരു കൂലിപ്പണി എന്ന് പറയുന്ന കുറേ പണികളിലേക്ക്, അതായത് ഈ മരം ചുമക്കുക, അതായത് മരം മുറിച്ചിട്ട് ഞാൻ ചുമന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അത് എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. കാരണം അതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പണിയായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞാൽ 90 രൂപ 120 രൂപ ഒക്കെ കിട്ടുന്നൊരു പണി. അപ്പം ഞാനും എൻ്റെ അനിയനും ചെറുതാണ്. അപ്പം ഞങ്ങൾക്കറിയാം വൈകുന്നേരം ആകുമ്പോഴത്തേനും അമ്മ കയറി വരുമ്പം പിന്നെ കരഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടി ഒക്കെ കയറി വരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ അനിയനും എപ്പോഴും ചിന്തിക്കുന്നത്, അന്ന് ചെറുതാണെങ്കിലും ഞങ്ങൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഈ സമയത്ത് എന്ത് ജോലിയാണ് ചെയ്യാൻ പറ്റുക. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കരിയർ ഞാൻ ചൂസ് ചെയ്തു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനോട് പോയി ചോദിച്ചു, ചേട്ടാ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആ ചേട്ടൻ പത്രം ഇടുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അപ്പം നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ സൈക്കിളിലൊന്നും പത്രം കൊണ്ടുപോകാൻ പറ്റില്ല, അത് കയ്യിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പം കുന്നും മല, അത് ഒരാൾക്കൊക്കെ 10-20 ഏക്കർ സ്ഥലങ്ങളുണ്ട്. അപ്പം ഒരു വീട് കഴിഞ്ഞ് ഒരുപാട് ദൂരെ മലയൊക്കെ കയറി നടക്കണം. അപ്പം പത്രം ഇടുന്ന അറിയാലോ, രാവിലെ 4 മണിക്ക് പോകണം. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. മഴക്കാലമാകുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഒരു കുഞ്ഞി കുടയുണ്ടാവും. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് 350 രൂപ തരാം, നിങ്ങൾ എല്ലാ ദിവസവും പത്രം ഇടാൻ പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അനിയനും ആ നാട്ടിലെ പത്രക്കാരൻ എന്ന് പറയുന്ന ഒരു ജോബ് ഏറ്റെടുത്തു. 10ാം ക്ലാസ് വരെ ഞാനും അനിയനും അതാ ചെയ്തത്. അപ്പോൾ എന്നാ വെച്ചാൽ, ഈ മഴക്കാലത്ത് ഭയങ്കര പാടാണ്. ഈ സൺഡേ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദിവസം. എന്താണെന്ന് നിങ്ങൾക്കറിയോ? സൺഡേക്ക് സപ്ലിമെൻ്റ് വരും. അപ്പോൾ ഇതിൻ്റെയും കൂടെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ പിടിച്ചോണ്ടാണ് പോകുന്നത് ഇങ്ങനെ. അപ്പോൾ എന്ത് വെച്ചാൽ, അന്നൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. കുട ഷർട്ടിൻ്റെ ഇതിലേക്ക് കയറ്റി ഈ ഒരു ഹോളിൽ കൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതവിടെ നിന്നോളും. അപ്പോൾ കുട പിടിക്കാൻ വേണ്ടി കൈ വേണ്ട. അതായത് നമ്മൾ എന്ത് ടെക്നോളജിയും നമ്മൾ എന്ത് മെത്തേഡും യൂസ് ചെയ്യാൻ നമ്മൾ തുടങ്ങുന്നത് നമ്മൾക്ക് കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്നാണ് അല്ലേ? അതായത് എല്ലാത്തിനും നമ്മളൊരു പോംവഴി കണ്ടുപിടിക്കും. അപ്പോൾ കുട വെക്കാൻ ഞാൻ അന്ന് പോംവഴി കണ്ടു. അന്നേരം എൻ്റെ കുഞ്ഞു തല അന്ന് എന്ത് വർക്ക് ചെയ്ത് തുടങ്ങി, ഈ കുട എങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും എന്നുള്ളതിലെത്തി. അവിടുന്ന് 10ാം ക്ലാസ് വരെ ഞാൻ ആ ജോബ് ചെയ്തു. എൻ്റെ അമ്മയ്ക്ക് 3ാം ക്ലാസ്സും അച്ഛൻ 4ാം ക്ലാസ്സും ആയ വ്യത്യാസമായുണ്ട്. ഞങ്ങൾക്ക് പഠിത്തത്തിലൊന്നും പറഞ്ഞു തരാനുള്ള വലിയ നോളജൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സ്കൂളിലെ ഏറ്റവും ലോവർ സ്റ്റുഡൻറ്റുകൾ ഒരാൾ ഞാനും എൻ്റെ അനിയനുമാണ്. നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നാ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്നത് ഓരോ ദിവസവും പലയിടത്തും അവഗണിക്കപ്പെടുന്ന എൻ്റെ അച്ഛനെയും അമ്മയുമാണ്. കല്യാണങ്ങൾക്ക് പോകുമ്പം അവർ കൂടത്തിൽ നിർത്താത്തത്, ഫോട്ടോയ്ക്ക് വിളിക്കാത്തത്. അപ്പം അന്ന് മുതൽ എൻ്റെ നെഞ്ചിലുള്ള ഒരു ചോദ്യം എന്നാ വെച്ച് കഴിഞ്ഞാൽ, എനിക്കെങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾക്കെങ്ങനെ അവരെ ഒരു നല്ല പ്ലാറ്റ്ഫോമിൽ നിർത്താൻ പറ്റും, ആൾക്കിടയിൽ നല്ലൊരു ലെവലിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു. 243 മാർക്ക് മേടിച്ച് ഞാൻ കഷ്ടി ജയിച്ചു.
അത് കഴിഞ്ഞിട്ട് +2 അഡ്മിഷൻ കിട്ടില്ല. അന്നത്തെ കാലത്ത് ട്യൂട്ടോറിയൽ കോളേജ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അതായത് +2 ഒക്കെ അന്ന് അധികം ഇതല്ലാത്തത് കൊണ്ട് ട്യൂട്ടോറിയൽ കോളേജിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ ഞാൻ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ പണിക്ക് പോകുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പാഷനായിട്ടാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കൂലിപ്പണി ചെയ്യുന്നവർക്ക് ഇത്രയും പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം അവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ മക്കൾ പഠിച്ചൊരു നിലയിലെത്തുമ്പം ഞങ്ങൾക്ക് നല്ല കാലം വരും. അപ്പം അവർ ആ ജോലിനെ അത്രയും പാഷനേറ്റ് ആകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ അവർക്ക് ശേഷം വരുന്ന ഞങ്ങൾ ഒരു നിലയിലെത്തും എന്നതിനെ കണ്ടിട്ടാണ്. അപ്പം പാഷൻ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നാളെ എന്ന് പറയുന്നൊരു ദിവസത്തിനെ ഓർത്തിട്ടാണ് പാഷൻ നമ്മൾ ഉടലെടുക്കുന്നത്. അത് എന്ത് ജോബുമായിക്കോട്ടെ, അത് ആരായിക്കോട്ടെ, ചെയ്യുന്ന പണിയിൽ അവരെടുക്കുന്ന ആത്മാർത്ഥതയാണ് ശരിക്കും എന്ത് പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ +2 എത്തി. എനിക്കാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ആകെ കേട്ടിട്ടുള്ളത് ഡോക്ടർ, എൻജിനീയർ, ഇതൊക്കെയാണ് വലിയ ജോബായിട്ട് നിങ്ങളെപ്പോലെയുള്ള ഇനി വരാൻ പോകുന്ന ആൾക്കാരെയാണ് ഏറ്റവും നല്ല വലിയ ആൾക്കാരായി കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇത് രണ്ടും ഞങ്ങൾക്ക് എന്തായാലും പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ എൻ്റെ സെർച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു നല്ല ജോബിന് ജോയിൻ ചെയ്യുക. അങ്ങനെ ഫാഷൻ ഡിസൈനിങ്, കാരണം ഒരു സിനിമയിൽ പറയുന്നത് കേട്ടു ഫാഷൻ ഡിസൈനർ വരുന്നുണ്ട്. അപ്പം അത് നല്ലൊരു ജോബാണ്, അപ്പോൾ ഫാഷൻ ഡിസൈനർ ആകാം. പക്ഷേ ഗതികേടെന്ന് പറയാം, ഈ ചെന്നിടത്തൊക്കെ അതിൻ്റെ ഫീസ് ഭയങ്കര വലുതായതുകൊണ്ട് ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ പരിപാടി വിട്ടു. അപ്പം നാട്ടുകാർ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിരുന്നൊരു ജോബ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഡ്രൈവേഴ്സ് ആകും. അപ്പോൾ അവരെപ്പോഴും പറയും ഇവരെ പ്രത്യേകം പരിഗണിച്ചോണം, ഇവർ നാളെ വണ്ടി എടുത്ത് വരുമ്പം ഞങ്ങളെ ഫ്രീ ആയിട്ട് കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ ഇവർക്ക് പരിഗണന കൊടുക്കണം. അവരൊക്കെ അതൊരു തമാശയാണ്. കാരണം അറിയാലോ, പണ്ടുള്ള ഇന്നൊന്നും അങ്ങനെ അത്രയും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാടുകളിൽ ഒരു കൂട്ടം കൂടുമ്പം മറ്റൊരാളെ പരിഹസിക്കുക, അത് അവർക്ക് എത്രമാത്രം വേദന ഉണ്ടാകും എന്നൊന്നും അവരൊരിക്കലും ചിന്തിക്കത്തില്ല. അത് അവർക്കൊരു നേരം പോക്ക് മാത്രമാണ്. പക്ഷെ നമുക്കുള്ളിൽ എങ്ങനെയാണ്? അതൊരു പെയിനാണ്. കാരണം ഞങ്ങൾ ഇതല്ലേ ആകൂ എന്ന്. എൻ്റെ ഓരോ നിമിഷത്തെയും ചിന്ത, ഞാൻ എങ്ങനെ ഒരു വലിയവനാകും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് എങ്ങനെ ഒരു നല്ല വീട് കൊടുക്കാൻ പറ്റും, നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റും. അങ്ങനെ +2 കഴിഞ്ഞു. ഞാൻ യാദൃശ്ചികമായ ഒരു പത്രത്തിൻ്റെ പേപ്പറിൽ കണ്ടു ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഹോട്ടൽ വിട്ടു, മാനേജ്മെൻറ്റ് കണ്ടു. കാരണം എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് എന്തോ വലിയ പരിപാടിയാണെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ ആ സാധനം ചൂസ് ചെയ്തു. അങ്ങനെ നടന്ന് ഒരു സ്ഥലത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ 1.5 ലക്ഷം 2 ലക്ഷം കഴിഞ്ഞിട്ട് ഇതിന് ഫീസില്ല. അങ്ങനെ ദൈവം എന്ന് പറഞ്ഞൊരു സാധനം വന്നു നിന്നു. വഴിയിൽ വെച്ചുകൊണ്ടൊരു ചേച്ചി പറഞ്ഞു, ഗവൺമെൻറ് 12,000 രൂപയ്ക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിച്ചു. കെട്ടും കിടക്കെ ഇട്ടു. നാട്ടിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പണി ചെയ്ത് വീട്ടുകാർ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു 12,000 രൂപ ഉണ്ടാക്കി ഈ നാട്ടിൽ തൊടുപുഴ എന്ന് പറയുന്നൊരു നാട്ടിൽ ഞാൻ പഠിക്കാൻ വന്നിറങ്ങി. അവിടുന്ന് ഞാൻ ജീവിതത്തിലെ 2ാമത്തെ കരിയർ യൂസ് ചെയ്തു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റണം, അതിന് നിൽക്കുന്നിടത്ത് പൈസ കൊടുക്കണം, അങ്ങനെ കുറേയധികം കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അവിടെ എനിക്ക് ആ പൈസ കൊടുക്കാൻ വീട്ടിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം അവരൊന്നാമത്തെ കടത്തിന് മേലെ കടം, അവരെ കൊണ്ട് ഞങ്ങൾക്കൊരു ഡ്രസ്സ് മേടിച്ച് തരാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഈ തൊടുപുഴയിലൊരു ചെറിയ ഹോട്ടലിൽ ഞാൻ പാത്രം കഴുകുന്ന പണിക്ക് ചേർന്നു. അങ്ങനെ രാത്രി 8 മണിയാകുമ്പോൾ പോവും. ഞാനും ഇടുക്കിക്കാരൻ ബോബി എന്ന് പറയുന്ന ഞങ്ങൾ 2 ഫ്രണ്ട്സ് രാത്രി പോവും. ഞങ്ങൾ ഈ ചെമ്പിനകത്ത് ഇറങ്ങിയിരിക്കും, നല്ലപോലെ കഴുകും. പക്ഷേ ആ ജോബ് ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര സന്തോഷവാനായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും സങ്കടപ്പെട്ടിട്ടില്ല ഞാൻ ചെയ്ത ഒരു ജോബിൽ പോലും. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാത്രം കഴുകുമ്പം ഞാൻ കണ്ടിരുന്ന സ്വപ്നം, ഞാനും അവനും കാണുന്നത്, നാളെ ഞങ്ങൾ ഭയങ്കര വലിയൊരു ഷെഫാവും, ഇല്ലെങ്കിൽ മാനേജ്മെൻ്റ് ആവും. ഇതെന്താ മാനേജ്മെൻ്റ് ആകുമ്പോഴെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ തോളെ കയറ്റിട്ട് പറയും ഞങ്ങൾ ഫ്ലൈറ്റേ കയറും, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇത് കഴുകുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിനൊരു സുഖമുണ്ട്. ഓക്കെ, ഏത് ജോബ് ചെയ്യുന്നതിലും അതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതെവിടെ ഇരിക്കുന്നേ? ഇന്നത്തെ അല്ല, നാളെയാണ് എല്ലാത്തിൻ്റെയും പ്രധാനം. അപ്പം ഞാൻ പാത്രം കഴുകുകാരനായി. പിന്നെ അങ്ങനെ കാറ്ററിങ്ങിൻ്റെ പരിപാടി തുടങ്ങി. അങ്ങനെ പാലാ, കോട്ടയം, ഈ പറയുന്ന നിങ്ങളുടെ MA കോളേജും അടക്കം എല്ലാ സ്ഥലത്തും ഞാൻ ക്രിക്കറ്റ് കളിക്കാനും പൈസയ്ക്ക് അങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്ക് വന്ന് ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് പരിചിതങ്ങളായി. അങ്ങനെ അവിടുന്ന് എൻ്റെ ആഗ്രഹം അടുത്ത ലെവലിലേക്കായി. ഇനിയാണ് ശരിക്കുള്ള കരിയറിലേക്കുള്ള തുടക്കം. അപ്പം എനിക്ക് എന്ത് ചെയ്യണം? ഹോട്ടൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഈ വലിയ ഇതിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ എത്തുമ്പോഴാണ് മനസ്സിലായി ഈ പഠിത്തമൊന്നും അല്ല പഠിത്തം, ഇതിനേക്കാളും വലിയ പഠിത്തമുണ്ടെന്നും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ചെറിയ പുഴുക്കളാണെന്നും നല്ല ട്രെയിനിങ് ഒന്നും കിട്ടില്ല എന്ന് ഞങ്ങൾ അറിയുന്നത്. അവിടുന്ന് എൻ്റെ സാറിനോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നു സാറേ, എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തോട്ട് കയറ്റി വിടണം. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് ഏതെങ്കിലും ഒരു ഭാഷ അറിയാവോ? ഞാൻ പറഞ്ഞു, മലയാളം അല്ലാണ്ട് ഒരു ഭാഷ എനിക്ക് സംസാരിക്കാനും അറിയത്തില്ല, കേട്ടാലും അറിയത്തില്ല.
അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് പുറത്തോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, അവിടെ പോയാൽ നിനക്ക് ഭാഷ അറിയില്ല, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ നിന്നെ അടിച്ച് പുറത്താക്കും. ഞാൻ പറഞ്ഞു, സാറേ വരുന്നിടത്ത് വെച്ച് കാണാം, മേലോട്ട് നോക്കിയ ആകാശം, താഴോട്ട് നോക്കിയ ഭൂമി, ആരെങ്ങോട്ട് പറഞ്ഞു വിടാനാ. അങ്ങനെ ഞാൻ ആദ്യമായി ചെന്നൈക്ക് വണ്ടി കയറും. സാറ് എന്ത് കാണിച്ചാൽ അവിടെ നിൽക്കുന്നതിന് പൈസ വേണം, ഇതെല്ലാം വേണം. അപ്പം നമ്മുടെ അടുത്ത ആ തിങ്കിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ചെന്നൈ എങ്ങനെ സർവൈവ് ചെയ്യും? കാരണം അവിടുന്ന് കിട്ടുന്ന 500 രൂപ ഒരു മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ആ 500 രൂപയെ എനിക്കവിടെ താമസിക്കണം, അതിന് 800 രൂപയോ ഭക്ഷണം കഴിക്കാൻ പൈസയില്ല. അങ്ങനെ ഞങ്ങളൊരു സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് കുറച്ച് പൈസ തന്നു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാം. അങ്ങനെ എനിക്ക് അവിടെ നിൽക്കാനുള്ള താമസത്തിൻ്റെ പൈസ ഈ തൊടുപുഴക്കാരൻ ഒരു ആൻ്റണി സാർ എന്ന് പറഞ്ഞ സാറ് കൊടുക്കും. ആ മനുഷ്യൻ്റെ നല്ല മനസ്സ് എനിക്ക് അവിടെ നിൽക്കാനുള്ളതായി. പക്ഷേ ഭക്ഷണം കഴിക്കാൻ പൈസയില്ല. അപ്പം എനിക്ക് ഇവിടുന്ന് കൊച്ചിയിലൊരു സ്കൈലൈൻ ഫ്ലാറ്റിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ പണി ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് മിസ്സായിപ്പോയി ഒരു കരിയറാണ് കേട്ടോ. ഈ ഗ്യാപ്പിൽ ഞാനെടുത്ത അടുത്ത പണിയാണ് എന്ത്, പെയിൻറ്റിങ് പണി. ഓക്കെ, അപ്പം അതിന് പോകും. കുറേ സാൻഡ് പേപ്പർ ഉണ്ട്, അതിട്ട് ഉരയ്ക്കണം, പിന്നെ പെയിൻ്റ് അടിക്കണം, മിക്സ് ചെയ്യണം, പോളിഷ് ചെയ്യണം, അങ്ങനെ എല്ലാ പണിയും ചെയ്യും. അപ്പം ഇതും ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ്. ഒരു ജോലി പോലും ഞാൻ സന്തോഷമില്ലാണ്ട് ചെയ്തിട്ടില്ല. അത് ഈ നിമിഷം വരെ ഒരു തൊഴിലിനെയും ഞാൻ എന്ത് കണ്ടിട്ടില്ല, ഒരു സങ്കടത്തോടു കൂടി ഇത് ഞാൻ ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഈ പൈസയിൽ നിന്ന് കുറച്ച് പൈസയുണ്ട്. അപ്പം ഞാനും ബോബിയുണ്ട്, രണ്ടുപേരുടെയും അവസ്ഥ ഒരുപാട്. ഈ ഒരാൾ ചെന്ന് മദ്ദളത്തിനോട് കഥ പറയുന്ന പോലെ അവൻ്റെ എൻ്റെ അവസ്ഥ. അപ്പം ഞങ്ങൾ ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറയും. അപ്പം ഞങ്ങൾക്ക് പാർലേജി ബിസ്ക്കറ്റ്, നിങ്ങൾക്ക് ചെന്നൈ പോയാൽ ചെന്നൈ ഏത് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ 1 രൂപയുടെ വെള്ളവും 2 രൂപയുടെ പാർലേജി ബിസ്ക്കറ്റും കിട്ടും. അപ്പം ഞങ്ങൾ ഈ ഓഫ് ഡേയ്സിലൊക്കെ ഈ പാർലേജി ബിസ്ക്കറ്റും തിന്നും, ഈ വെള്ളം കഴിക്കും. പക്ഷേ എന്നിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 18-20 ഹവേഴ്സാണ് ഡ്യൂട്ടി. കാരണം ഞങ്ങൾ പഠിത്തം കുറവായതുകൊണ്ട് ഞങ്ങളെ ഒരു തരം ഈ പഴയ അടിമകളെ കിട്ടിയ പോലെയാണ് അവർക്ക്. കാരണം ബാക്കിയെല്ലാം ഭയങ്കര പൈസ കൊടുത്ത് പഠിച്ചു വന്നവർക്ക് അവർക്ക് ആ നല്ല അത്യാവശ്യം കാണുമ്പോൾ നല്ല തുടുപ്പും നല്ല ഇതുണ്ട്. അപ്പോൾ അവരോട് കുറച്ചൊരു ഇതുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ അറിയാം ഇവനെ മാട് പോലെ പണിയെടുപ്പിക്കാം. കാരണം ഒരു കോലം അതാ. അപ്പം ഞങ്ങൾ രാവിലെ കയറും, രാത്രി 3 മണിക്ക് ഇറങ്ങും. അപ്പോൾ ഈ കാലൊക്കെ പൊട്ടിയിട്ട് നടക്കാനൊന്നും പറ്റില്ല ഞങ്ങൾക്ക്. പക്ഷെ ഞാനും അവനും അന്നും എന്തുണ്ട്, ഞങ്ങൾക്ക് സങ്കടമില്ല. കാരണം ഇതിൽ നിന്ന് വിട്ടു പോന്നാൽ പിന്നെ ഒരു ലൈഫില്ല ഞങ്ങൾക്ക്. അപ്പം ഈ ഓരോ പ്ലേസിലും ഞങ്ങൾ കാണുന്നൊരു ഡ്രീമുണ്ട്. എന്താണ്? നാളെയാണ് എല്ലാം. ഇന്നോ പോയി, ഇന്നലെ മൊത്തം പോയി. അപ്പം നാളെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പം നാളെയിലേക്കാണ് ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം. ഞങ്ങളുടെ നോട്ടം എപ്പോഴും നാളെയിലേക്കായിരുന്നു. അപ്പം എന്താ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ഇന്ന് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക. അപ്പം അവിടുന്ന് ഇറങ്ങി അങ്ങനെ അവിടുത്തെ ഒരു കഠിനമായ ട്രെയിനിങ്ങൊക്കെ തീർത്ത് പിന്നെ ബാംഗ്ലൂരെത്തി ഏറ്റവും വലിയ ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. ഓരോ ദിവസം നിൽക്കുമ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ലീല പാലസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഭയങ്കര ഭംഗി. അതായത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളായി അണിഞ്ഞൊരുങ്ങി വന്ന് ഒക്കെ നിൽക്കുന്നൊരു പെൺകുട്ടീനെ പോലെ. ഇപ്പോൾ ആണായതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് പറയാൻ പറ്റുക. അപ്പം ആ പെൺകുട്ടി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഭയങ്കര ഭംഗിയാണ്. അപ്പം ഞാൻ എന്നായി എല്ലാ ദിവസവും ഇത് കാണാൻ പോയി അവിടെ ചെല്ലും, അവിടെ കുറേ ചുറ്റിക്കറങ്ങി നടക്കും. നിങ്ങൾ സിനിമ കാണുന്ന പോലെ, നമ്മുടെ ഈ പ്രേമ സിനിമയിലൊക്കെ നടക്കില്ലേ, ഇതുപോലൊരു സംഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. അപ്പം പോകും, അവിടെ കാണും, തിരിച്ചു വരും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറയും, നിനക്ക് തലയ്ക്ക് വരാമെന്ന്, നിന്നെയൊന്നും ഒരിക്കലും അവിടെ എടുക്കത്തില്ലെന്ന് പറയും. പക്ഷെ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നെ അതിൻ്റെ അകത്ത് ജോലിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ ജോലിക്ക് റെക്കമെൻഡ് ചെയ്ത് ഞാൻ അതിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പം ഞാൻ പെട്ടു. എന്താണെന്നറിയോ? അവിടെ പണിയെടുക്കുന്നവർക്ക് മുഴുവൻ ഇംഗ്ലീഷും ഹിന്ദി അല്ലാണ്ട് ഒരു ഭാഷ അറിയില്ല. ഞാനാണെങ്കിൽ 2 ഭാഷയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അങ്ങനെ അവിടെ ചെന്നു. അതിൻ്റെ അകത്ത് ഒരു മലയാളി ഉണ്ടായിരുന്നു. ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, നിന്നെ ഇതിൻ്റെ അകത്ത് കയറ്റി വിടാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ എന്തും പുതിയതിനെ പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഈ ഫുഡ് പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ മാഗസിനുകളിലൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ആന്ധ്രയിൽ നിന്നൊരു വന്ന IHM ആന്ധ്ര എന്ന് പറയുന്ന കോളേജിൽ നിന്ന് ഒരു 4 പേരും ഞാനും ഒരു പൊസിഷൻ ട്രയൽ ചെയ്യുക. അപ്പോൾ ട്രയലൊക്കെ കഴിഞ്ഞു, വളരെ മനോഹരമായിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തു. പക്ഷെ പ്രസൻറ്റേഷനിൽ ഞാൻ ഏറ്റവും ബെറ്ററായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ, സൗന്ദര്യം, ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാത്തടുത്ത് എന്ത് നമ്മളെ സഹായിക്കും? നമ്മൾ ചെയ്യുന്ന ഏത് പണിയും ഏറ്റവും ബെറ്റർ വേയിൽ ചെയ്താൽ, നമ്മുടെ തൊഴിലിനെ നമ്മൾ സല്യൂട്ട് ചെയ്താൽ ഈ ലോകത്ത് ആരെയും നമുക്ക് സല്യൂട്ട് ചെയ്യേണ്ടി വരില്ല. അപ്പം എൻ്റെ പണി എന്നെ അവിടെ ഏറ്റവും ബെറ്റർ വേലത്തിനാക്കി നിർത്തി. പക്ഷേ എൻ്റെ ഭാഷ എന്നെ ഏറ്റവും ലാസ്റ്റ് കൊണ്ട് നിർത്തി. അപ്പം ഗതി കെട്ടവൻ്റെ തലയിൽ ഒരു ഇടുത്തി എന്ന് പറഞ്ഞ പോലെ ദേ വരുന്നു ജർമ്മൻകാരനൊരു ഷെഫ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരുന്നത്. എനിക്ക് അന്നേരം മനസ്സിലായി ഇത് തീർന്നു ഇവിടം കൊണ്ട്. അപ്പം അങ്ങനെ അവിടെ വന്നു. ആ ജേർണിയിൽ പുള്ളി എന്നോട് വന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. എൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് ഒരു തമിഴങ്കാരൻ ഷെഫിനോട് പറഞ്ഞു, ഒന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമോ? അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു, തമ്പി നിനക്ക് അറിയാവുന്ന മലയാളത്തിൽ പറഞ്ഞോ, ഞാൻ നിനക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തോളാം എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ എൻ്റെ കടുവെട്ട് മലയാളത്തിൽ പുള്ളിയോട് പറയുന്നു, പുള്ളിക്ക് മനസ്സിലാകുന്നു, പുള്ളി എടുത്തിട്ട് ഈ ഷെഫിന് പറഞ്ഞു കൊടുക്കുന്നു. ലാസ്റ്റ് എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതാണ് എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻ, അതാണ് എൻ്റെ കരിയറിനെ മാറ്റുന്നത്. എന്നോട് ചോദിച്ചു, സിജോ എന്ത് പൊസിഷൻ തന്നാൽ ഇവിടെ പാർക്ക് ചെയ്യും? എനിക്കാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞു, പൊന്ന് സാറേ വേറൊന്നും വേണ്ട, ഞാൻ ചെന്നപ്പോൾ കണ്ടത് അവിടെ ഒരു വാഷിംഗ് ഏരിയ ആണ്. അപ്പം ഇതിന് ഭയങ്കര സ്റ്റാൻഡേർഡാണ് ഇതിലേക്ക്. ആ സ്റ്റാൻഡേർഡോട്ട് എനിക്ക് എൻ്റെ പഠിത്തം എത്തത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ആ വാഷിങ്ങിൽ എനിക്ക് പണിതാ, ഞാൻ അവിടെ പണിയെടുത്ത് ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ചോളാം. എന്ന് ഞാൻ ഈ പണിക്ക് നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് തുല്യമാവുന്നോ അന്ന് എന്നെ അവിടുന്ന് എടുത്തിട്ട് ഈ കിച്ചണിലോട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് എന്ത് വേണം അത് കിട്ടാൻ എന്തും കോംപ്രമൈസ് ചെയ്യുന്നതിന് ലൈഫിൽ ഒരു തെറ്റുമില്ല. അത് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും. എന്നെ പുള്ളി കെട്ടിപ്പിടിച്ച് വെച്ച് പറഞ്ഞു, നീ ജോലിക്ക് കയറിക്കണം പറയുന്നു. അവിടുന്ന് തുടങ്ങിയ യാത്ര 2025 ഇവിടെ വന്ന് നിൽക്കുന്നു. ഇന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പം ഞാൻ ഒരു സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായി, എനിക്ക് പലതും ഇതൊന്നുമല്ല ചെയ്യണ്ടേ. എൻ്റെ നാടിനെ ഒരാൾക്കറിയില്ല, എന്നെ ഒരാൾക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകണം, ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർ കാണണം എന്നൊരു രീതിയിലാണ് ഞാൻ ആ പ്ലാറ്റ്ഫോമിനെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് എന്നെ പരലിലേക്കും എത്തിച്ചത്. അവിടെ വെച്ചാണ് ഷെഫ് പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ കണ്ടുമുട്ടുന്നത്. ഇനി എൻ്റെ ഷെഫ് എന്ന് പറയുന്ന പണിയുടെ കരിയർ വീണ്ടും ചേഞ്ച് ആവുമായി. എവിടുന്ന്? ഈ കമ്പനി വരുന്നതോടുകൂടി. ഈ കമ്പനീനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എനിക്കിതിൻ്റെ കൺസ്ട്രക്ഷൻ പണി അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഓർത്ത് നോക്കണം, ഞാൻ ചെയ്യാത്ത ലാസ്റ്റ് പണിയായിരുന്നത്. അങ്ങനെ പുള്ളി എന്നെ പിടിച്ചിട്ട്, സിജോ നീ പോയി കൺസ്ട്രക്ഷൻ പണിയെടുത്തോളാൻ പറഞ്ഞു. ഓട്ടോകാഡ് പഠിക്കണം. ഞാനിത് എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഇത് ആദ്യമായി തുറന്നപ്പം മൊത്തം കുറേ കുത്തും കോമയും വരയല്ലാണ്ട് എനിക്ക് യാതൊരു സാധനം പിടികിട്ടിയില്ല. അങ്ങനെ രാത്രി 1 മണിക്ക് ഞാനൊരു ആർക്കിടെക്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണേലും ഞാൻ ചെയ്തു തരാം, ഈ സാധനം എന്നെ ഒന്ന് പഠിപ്പിക്കുക. അങ്ങനെ രാത്രി 1 മണിക്ക് പോയിരുന്ന് അവൻ്റെ അടുത്തുനിന്ന് 1 മാസം കണ്ട് ഓട്ടോകാഡ് പഠിച്ചെടുത്തു. അങ്ങനെ നിങ്ങളുടെ എൻജിനീയറിങ്ങിൻ്റെ കുറച്ച് പണിയും കൂടെ ഞാൻ ഈ ഇടയ്ക്കൊന്ന് പഠിച്ചെടുത്തു. അങ്ങനെ കരിയർ ഒന്നുകൂടെ വീണ്ടും ചേഞ്ച് ചെയ്തു. അങ്ങനെ ഇന്ന് ഈ കമ്പനിയുടെ അടക്കം പല കമ്പനികളുടെയും കംപ്ലീറ്റ് ഡിസൈൻ ഓട്ടോകാഡിൽ ചെയ്യുന്നത് ഞാനാണ്, എൻ്റെ കമ്പനിയാണ്. അപ്പം നിങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ എനിക്ക് വന്ന 8 or 10 കരിയർ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പലതവണയായിട്ട് ചേഞ്ച് ചെയ്തു, ഇല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ശരിക്കും പാഷൻ ആണോ ഒരു കരിയറിനെ? പാഷൻ എന്ന് പറയുന്നത് ഞാൻ എന്തായി തീരണം, എൻ്റെ ആവശ്യം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിലേക്ക് എത്തിച്ചേരാനുള്ള എന്തും ഏറ്റവും പാഷനേറ്റായിട്ട് ചെയ്യുക എന്നതുമാണ് ഇതിൻ്റെ ട്രിക്ക് തരുന്നത്, ഞാൻ തിങ്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വളരെ കുറച്ച്, എന്നെ വളരെ അടുത്തുള്ളവർക്കറിയാം, ഞാൻ 2 സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡിൽ ഉറങ്ങും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാളെയെക്കുറിച്ച് ഓർത്ത് ടെൻഷനില്ല. കാരണം ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യം മാക്സിമത്തിൽ ഞാൻ ചെയ്തു വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ റിസൾട്ട് തന്നെ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല നാളെ നമുക്ക് കിട്ടാൻ പോകുന്നത്, അല്ലേ? നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതായിരിക്കും, പക്ഷേ റിസൾട്ട് വേറെ ഒന്നായിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. റിസൾട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്താണ്, നമ്മൾ വീണ്ടും അതിനെ ബിൽഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്കെല്ലാം നശിച്ചു പോയാലും നമുക്ക് കുഴപ്പമില്ല. നാളെ എന്നെ ബിൽഡ് ചെയ്യാൻ എനിക്ക് പറ്റും എന്ന് നമുക്ക് കോൺഫിഡൻ്റ് ഉണ്ടായാൽ മാത്രം മതി. ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, കണ്ട് നിങ്ങളെന്നെ, എൻ്റെ ലൈഫ് എന്ത് എന്ന് എനിക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട്, നാളെ ഞാൻ ഒന്നുമില്ലാതെ റോഡ് സൈഡിൽ നിൽക്കേണ്ടി വന്നാലും അടുത്ത 1 വർഷം വരെ ഞാനുണ്ടെങ്കിൽ ഈ നിൽക്കുന്നതിനേക്കാളും ബെറ്റർ ലൈഫിലായിരിക്കും ഞാൻ നിൽക്കുക എന്ന് എനിക്ക് 200% ഗ്യാരണ്ടി ഉണ്ട്. അതിന് കാരണം എൻ്റെ ഭാഷയോ എൻ്റെ കളറോ എൻ്റെ പൊക്കവോ എൻ്റെ വണ്ണോ അല്ല. എന്താണ് കാരണം? ഞാൻ പണി ചെയ്യും, അതെല്ലും മുറ പണിയെടുക്കും. ഞാൻ ഈ വന്ന സ്ഥലത്തോടെ തന്നെ വരും, എനിക്കതിനേക്കാൾ സ്പീഡിൽ വരാൻ പറ്റും, ഞാനിവിടെ വന്ന് നിൽക്കും. ഇത് തന്നെയായിരിക്കണം നിങ്ങളുടെ ഉള്ളിലുണ്ടാകേണ്ടത്. എത്ര വലിയ ഫെയിലിയർ ഉണ്ടായാലും നമ്മൾ തുടങ്ങിയെടുത്തതിനേക്കാളും വലിയൊരു ഫെയിലിയറൊന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്തൊക്കെ വിഷമങ്ങളുണ്ടായാലും നിങ്ങൾ തളരരുത്. കാരണം നാളെ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ തീരുമാനിക്കാത്തത്രയും കാലം ഈ ലോകത്ത് ഒന്നിനും നമ്മളെ തോൽപ്പിക്കാനാകില്ല, അല്ലേ? അപ്പം ഓൾ ദ ബെസ്റ്റ്.